നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ദൈവവിശ്വാസികളെ ഇതിലെ എന്നാണ് ഇപ്പോൾ CPM പറയുന്നത്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് മുൻനിർത്തിക്കൊണ്ട് വളരെ വ്യത്യസ്തമായ ചില തന്ത്രങ്ങൾക്കാണ് CPM രൂപം കൊടുക്കുന്നത്. ദൈവവിശ്വാസികളെ പാർട്ടിയോട് കൂടുതൽ അടുപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ CPM നടത്തുന്നത്. ദൈവവിശ്വാസികളെ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഭൂരിപക്ഷ സമുദായത്തിലെ ദൈവവിശ്വാസികളെ കൂടുതൽ CPM-മായി അടുപ്പിച്ചുകൊണ്ട് 2026 തങ്ങളുടെ ഒലിച്ചു പോകുന്ന വോട്ടുകളെ തടഞ്ഞു നിർത്താനുള്ള ശ്രമമാണ് CPM നടത്തുന്നത്. അതിനുള്ള കാര്യപരിപാടികളും CPM തയ്യാറായി കഴിഞ്ഞു. CPM-ൽ ഉറച്ചു നിൽക്കുന്ന വിശ്വാസികളാണ് യഥാർത്ഥ വിശ്വാസികൾ എന്നുവരെ ഇപ്പോൾ CPM നേതാക്കൾ പറഞ്ഞു തുടങ്ങി. അമ്പല കമ്മിറ്റികളിലും പള്ളി കമ്മിറ്റികളും കയറിപ്പറ്റണമെന്ന് CPM-ന്റെ പഴയ തന്ത്രം ഇപ്പോൾ പൊടിതട്ടിയിരിക്കുകയാണ്. മുസ്ലിം പള്ളികളിലും ക്രൈസ്തവ പള്ളികളിലും അങ്ങനെ ഇടിച്ചു കയറാൻ അത്ര എളുപ്പമല്ല. പക്ഷേ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ CPM-ന് ഇടിച്ചു കയറാൻ എളുപ്പമാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ക്ഷേത്രങ്ങളിലെ കമ്മിറ്റികളിൽ CPM നേതാക്കൾ ഇപ്പോൾ ഇടിച്ചു കയറി അവരെ കുത്തിനിറച്ച് അവരുടെ അനുഭാവികളെ കുത്തിനിറച്ച് പല അമ്പല കമ്മിറ്റികളും CPM പിടിച്ചെടുത്തിരിക്കുകയാണ്. കാരണം 2026 വിശ്വാസ വിരുദ്ധരാണ് CPM എന്നുള്ള പ്രചരണം ഉണ്ടായാൽ അതിനെ തടയുക വളരെ ബുദ്ധിമുട്ടാണെന്ന് CPM-ന് അറിയാം. അത് ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നും ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നും CPM വിശ്വാസികൾക്കെതിരാണെന്നുള്ളൊരു ധാരണ പരന്നാൽ ആ പ്രചരണത്തെ തടുക്കുക അത്ര എളുപ്പമല്ലെന്നാണ് CPM മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് പഴയ പ്രത്യയശാസ്ത്രപരമായ കെട്ടുപാടുകളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഈശ്വരവിശ്വാസികളെ കൂടുതൽ ചേർത്ത് പിടിക്കാനുള്ള തന്ത്രങ്ങളുമായാണ് ഇപ്പോൾ CPM മുന്നോട്ട് പോകുന്നത്. 2006 VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അതിൽ ഒരു 3 MLA-മാർ CPM MLA-മാർ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി എന്ന് പറഞ്ഞ ആളാണ് അന്നത്തെ പാർട്ടി സെക്രട്ടറി, ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്നാൽ ഇവിടെ പിണറായി വിജയൻ നേരിട്ട് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്, ഇനി അത്തരത്തിലുള്ള പ്രത്യയശാസ്ത്ര കടമ്പിടുത്തങ്ങൾ വേണ്ട എന്നും കൂടുതൽ വിശ്വാസികളെ ദൈവവിശ്വാസികളെ അമ്പലവും പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ കൂടുതൽ CPM-ലേക്ക് അടുപ്പിക്കണമെന്നും അവരെ പാർട്ടി അനുഭാവികളും പിന്നീട് പാർട്ടി മെമ്പർമാരും ആക്കണമെന്നുമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ നൽകിയിരിക്കുന്ന നിർദ്ദേശം. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ പലപ്പോഴും അമ്പലങ്ങളും പള്ളികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ കൂടുതൽ സീറ്റുകൾ നൽകി. പ്രത്യേകിച്ച് പഞ്ചായത്തുകളിലൊക്കെ ആ പ്രദേശത്തെ ക്ഷേത്രങ്ങളും പള്ളികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അത്തരം ആൾക്കാരെ തിരഞ്ഞെടുത്ത് അവർക്ക് സീറ്റുകൾ നൽകണമെന്നാണ് ഇപ്പോൾ CPM എടുത്തിരിക്കുന്ന തീരുമാനം. അതോടൊപ്പം തന്നെ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും പലപ്പോഴും പല വിവിധ മതസമുദായ സംഘടനകളിൽ സജീവമായി പ്രവർത്തിക്കുന്ന എന്നാൽ ഇടതുപക്ഷ അനുഭാവികൾ എന്ന് പറയാവുന്ന ആളുകളെ സ്വതന്ത്രരായി നിർത്താനുള്ള ഒരു തീരുമാനവും ഒരു തന്ത്രവും CPM ആവിഷ്കരിക്കുന്നുണ്ട്. അതിൻ്റെ സൂചനയും CPM നമുക്ക് ലഭിക്കുന്നുണ്ട്. പല മണ്ഡലങ്ങളിലും പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെ തെക്കൻ കേരളത്തിലെ മണ്ഡലങ്ങളിൽ മതസാമുദായിക പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അതേസമയം CPM-ഉം ഇടതുപക്ഷവുമായി യോജിച്ച് പ്രവർത്തിച്ചു പോകുന്ന ആളുകളെ കണ്ടെത്തി അവരെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ട് മത്സരിപ്പിക്കാനുള്ള ചില നീക്കവും നടക്കുന്നുണ്ട്. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിലായിരിക്കും ആ പരീക്ഷണം കൂടുതൽ നടക്കുക. അതോടൊപ്പം തന്നെ മലബാറിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെയും സമസ്തയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എന്നാൽ ഇടതുപക്ഷ അനുഭാവമുള്ള ആളുകളെയും സ്ഥാനാർത്ഥികളാക്കാനുള്ള നീക്കവും CPM നടത്തുന്നുണ്ട്. ഏതായാലും വിശ്വാസികളെ കൂടുതൽ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കത്തിന് CPM ശ്രമിക്കുന്നതായുള്ള സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. വിശ്വാസികളെ നിങ്ങൾ ഞങ്ങളിലേക്ക് കടന്നു വരൂ, ഞങ്ങളുടെ പാർട്ടിയിലേക്ക് കടന്നു വരൂ, നിങ്ങളുടെ താല്പര്യങ്ങൾ ഞങ്ങൾ സംരക്ഷിക്കാമെന്നാണ് ഇപ്പോൾ CPM പറയുന്നത്.